ഹലോ ഗൈസ്, സുഖാണോ? എനിക്കും സുഖം. കണ്ടില്ലേ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് മലപ്പുറംകാരിയായ അർച്ചന ടീച്ചറും ആലപ്പുഴക്കാരിയായ ദീപ്തി ടീച്ചറും കൂടി ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ റെഡിയായി. അവരെത്തിയപ്പോഴേക്കും അവരെനിക്ക് നെടുമങ്ങാടുന്ന് പിക്ക് ചെയ്യണമായിരുന്നു. അതായിരുന്നു എനിക്ക് വന്ന മെസ്സേജ്. പക്ഷേ ഞാൻ മെസ്സേജ് കാണുന്നത് 9 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും അവരടുത്ത ബസ് കയറി ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ അവിടെ നിന്ന് പിക്ക് ചെയ്തു. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം തുടർന്ന് കാണുക ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അവരെ ഞങ്ങളുടെ അമ്പലത്തിലേക്കാണ് കൊണ്ടുപോയത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ തിരുച്ചിട്ടൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് അന്നദാന സദ്യയുണ്ട്. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഞാനും ദീപ്തി ടീച്ചറിനെയും അർച്ചനയും എല്ലാം കൂട്ടിയിട്ട് ക്യൂവിൽ നിന്നു. ഞങ്ങളും സദ്യ വാങ്ങി ഒരു മരത്തണൽ നോക്കി വന്നിരുന്നു സദ്യ കഴിക്കാനായിട്ട്. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ പുറകിലായിട്ട് കണ്ടോ, അതാണ് ക്ഷേത്രക്കുളം. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് ലെഫ്റ്റിലേക്കൊരു റോഡുണ്ട്. കുഞ്ഞു റോഡാണ്. ഈ റോഡ് പോകുന്നത് നേരെ വേട്ടമ്പള്ളി, തങ്കച്ചൻ പറയുന്നൊരു വേട്ടമ്പള്ളി, പല വീഡിയോസിലും പറയുന്നില്ലേ കോമഡിയിലൊക്കെ, ആ വേട്ടമ്പള്ളി റോഡാണ് കാണുന്നത്. അവിടെ ഒരു താമരക്കുളമുണ്ട്. ഇപ്പോൾ താമരയൊന്നുമില്ല, നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഇവരെയും കൂട്ടിയിട്ട് അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നതല്ലേ, അപ്പം നമുക്ക് നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് വന്നു. ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാലാണ് ഈ വേട്ടമ്പള്ളി റോഡ് പോകുന്നത്. അവിടേക്ക് കൊണ്ടുവന്നു. താമരക്കുളമൊക്കെ കാണിച്ചു കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സ് ആര് വന്നാലും ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതെനിക്ക് ഈ ഒരു ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതും ഒരു നൊസ്റ്റാൾജിയ ഫീലുള്ള സ്ഥലമാണ്. പിന്നെ ശിവരാത്രിക്കാണ് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ അധികം എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക. ആ സമയത്താണ് ഇവിടെ ലൈറ്റും ഒരുപാട് തിരക്കും ഒക്കെയൊക്കെ, അമ്പലത്തിൻ്റെ ഭംഗിയും ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി. പിന്നെ അന്ന് നമുക്ക് ലീവൊക്കെ ആണല്ലോ, ഫ്രീ ആകുന്നത്. അങ്ങനെ ഞാനും ആ ഒരു സമയത്താണ്, ഇവരെല്ലാം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. ഒറ്റയ്ക്കൊന്നും അങ്ങനെ വരാറില്ല അധികം. നിങ്ങളും വരണം കേട്ടോ, ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ പക്ഷേ ഇവരെ ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് ഒരുപാടൊന്നും കാണിച്ചില്ല, കുറച്ച് സ്ഥലങ്ങൾ മാത്രം. പക്ഷേ ഈ തിരുച്ചിട്ടൂർ സൈഡും വേട്ടമ്പള്ളി സൈഡുമായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, പാടവും ഒക്കെ ആയിട്ട്. ഇതുപോലെ താമരക്കുളം, അമ്പലത്തിൻ്റെ ആ ഒരു പരിസരം ഒക്കെ ആയിട്ട് നടന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പെട്ടെന്നായതുകൊണ്ടും വെയിലുണ്ട്, അതുകൊണ്ട് അധികം ദൂരത്തൊന്നും പോകുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ താമരക്കുളം, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇപ്പോൾ വെള്ളം കുറവാണ്. മഴയെല്ലാം പെയ്യുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് കിടക്കും. താമരയെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ഇതുപോലെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴല്ലേ നമുക്കിങ്ങനെ വരാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് മടിയാവും, ഒറ്റയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാണ്. നല്ല രസമല്ലേ? ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇവരെ കൊണ്ടുപോകുന്നത് വെമ്പായം വെഞ്ഞാറമൂട്ടിലേക്കാണ്. സ്കൂളിലെ കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങണം. ലാസ്റ്റ് ഡേ ആണ് സ്കൂളിൽ വരാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടോയെന്ന്. ഞങ്ങൾക്ക് 3 പേർക്കും വേണം. എല്ലാവരുടെ ക്ലാസ്സിലും 30 വീതം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാനാണ് വന്നത്. പക്ഷെ വന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കണ്ണ് അറിയാണ്ട് ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയി.
പിന്നെ കുറച്ച് സമയം അതും നോക്കി. ഇവിടുന്ന് ഒരു ഐറ്റവും കിട്ടിയില്ല. കാരണം അർച്ചനയുടെ ക്ലാസ്സിലേക്ക് അത് 3rd സ്റ്റാൻഡേർഡിലെ ക്ലാസ് ചാർജാണുള്ളത്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഒരു 30 സ്റ്റുഡൻസിന് ഒരേപോലത്തെ ആ കുഞ്ഞു മക്കൾക്ക് വേണ്ട സാധനം വേണം. പിന്നെ ഈ ദീപ്തി ടീച്ചറിന് 8th സ്റ്റാൻഡേർഡിലെ ക്ലാസ് ചാർജാണ്. അപ്പോൾ ടീച്ചറിൻ്റെ മക്കൾക്കും വേണം ഇതുപോലെ സെയിം തന്നെ വാങ്ങണമല്ലോ. എല്ലാവർക്കും ഒരേപോലത്തെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കും വേണം. അങ്ങനെ നോക്കി, കുറേ നോക്കി. അർച്ചനയ്ക്ക് കിട്ടി ലാസ്റ്റ് ഈ ഒരു ഐറ്റം. പക്ഷേ എനിക്കും ടീച്ചറിനും കിട്ടിയില്ല. 3rd സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഇത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടി വലുതായത് കാരണം ഇത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഇവിടെ ഇല്ലായിരുന്നു. ഇത്രയും സെറ്റ് കിട്ടാൻ പാടല്ലേ. ഇവിടെ മാണിക്കൽ മേള നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ പിന്നീട് ആദ്യത്തെ ഷോപ്പിൽ കയറിയപ്പോൾ കിട്ടിയില്ല. പിന്നെ ആ മേളയുടെ സൈഡിൽ ഒരു 30 ഐറ്റം ഒരേപോലെ വരുന്നത് ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കി. ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്, പെൻസിൽ അങ്ങനെയൊന്നും അല്ലാണ്ടാണ് തിരഞ്ഞത്. പക്ഷേ കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ 3rd സ്റ്റാൻഡേർഡിലെ കുഞ്ഞു മക്കൾക്ക് ആ കണ്ട പെൻസിൽ തന്നെ ചൂസ് ചെയ്തു. പിന്നെ വേറെ എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങാമെന്ന് കരുതി പുറത്തിറങ്ങി. ദീപ്തി ടീച്ചറും അർച്ചനയും കൂടി വെഞ്ഞാറമൂട് തന്നെ സിറ്റിയിലേക്ക് പോയി. ഇനി ഇവർക്ക് ഞങ്ങളുടെ നെടുമങ്ങാടേക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ നേരെ നെടുമങ്ങാടേക്ക് വന്നിട്ട് ഇവിടെ നെടുമങ്ങാട് വസു എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കിട്ടും. അവിടെ നിന്ന് ഈ ഒരു പാക്കറ്റ് എടുത്തു. ഇത് ഞാൻ ദീപ്തി ടീച്ചറിനും എടുത്തായിരുന്നു. മൊത്തം 60 ആണ് എടുത്തത്. ഇതിലൊരു സ്കെയില്, പെൻസിൽ, ഇറേസർ, ഷാർപ്നറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയിട്ട് ഇങ്ങനെ ഒരു ഐറ്റം എടുത്തു. നാളെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ സാധനമെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ ലൈറ്റ്സൊക്കെ ഓണാക്കി കഴിഞ്ഞു. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു.